We are going to discuss phonology. So, what is phonology? Tell me, what is phonology? Phonology or phonemics refers to selection and organization of speech sounds in a particular language. അല്ലേ? അതായത് ഫോണറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ലാംഗ്വേജിൽ മാത്രമല്ല. ഫോണറ്റിക്സ് വി ആർ ടേക്കിംഗ് ഫോണറ്റിക്സ് എസ് ജനറൽ. ഒരു ലാംഗ്വേജിൽ മാത്രമല്ല ഫോണറ്റിക്സ്, എല്ലാ ലാംഗ്വേജിലും ഒരു പഠിത്തം നമ്മൾ വിളിക്കുന്നത് നമ്മൾ ഫോണറ്റിക്സ് വിളിക്കുക. ബട്ട് വെൻ ടു കംസ് ടു ഫോണോളജി or phonemics refers selection and organization of speech sounds in a particular language. ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജിലുള്ള സെലക്ഷൻ ഓഫ് സ്പീച്ച് സൗണ്ട് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഓഫ് സ്പീച്ച് സൗണ്ട് നമ്മൾ പഠിക്കുന്നതാണ് നമ്മൾ ഫോണോളജി വിളിക്കുന്നത് കേട്ടോ. അതായത് 2 types ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ഉണ്ട്. ബ്രോഡ് ആൻഡ് നാരോ ട്രാൻസ്ക്രിപ്ഷനാണ്. 2 type ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. ബ്രോഡ് ആൻഡ് നാരോ. ബ്രോഡ് മീൻസ് ഫോണറ്റിക് ട്രാൻസ്ക്രിപ്ഷൻ, നാരോ മീൻസ് ഫോണമിക് ട്രാൻസ്ക്രിപ്ഷൻ. നെക്സ്റ്റ് വൺ ആരും ജോയിൻ ചെയ്യുന്നുണ്ടോ? Then English has one alphabet refers runic. എത്ര ഇംഗ്ലീഷ് എത്ര ആൽഫബറ്റ് ഉണ്ട്? അടുത്ത ക്വസ്റ്റ്യൻ. എത്ര ആൽഫബറ്റ് ഇംഗ്ലീഷിൽ? എത്ര ആൽഫബറ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജിലുണ്ട്? പറയടോ, എത്ര ഉണ്ട് ഇംഗ്ലീഷ്? എത്ര ആൽഫബറ്റ് ഉണ്ട്? 24 26 അല്ല കേട്ടോ. ഇംഗ്ലീഷിൽ ഒരൊറ്റ ആൽഫബറ്റേ ഉള്ളൂ. ലെറ്റേഴ്സിന് എന്ത് 26, അല്ലാണ്ട് ആൽഫബറ്റ് അല്ല എന്ത് 26. ഇംഗ്ലീഷ് ഹാസ് ഓൺലി 1 ആൽഫബറ്റ് റെഫേഴ്സ് റൂണിക് സ്ക്രിപ്റ്റ്. റൂണിക് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഇതാണ് നമ്മൾ ഫോളോ ചെയ്ത് പോകുന്നത്. ഇംഗ്ലീഷ് RP44 സൗണ്ട്സ്. ഹൗ മെനി സൗണ്ട്സ് അതർ ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്? ഹൗ മെനി സൗണ്ട്സ്? എത്ര സൗണ്ട്സ് ഉണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ? എത്ര സൗണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ? എത്ര സൗണ്ട് ഉണ്ടോ? How many sounds are there in English language? There are 44 sounds are there in English language. 20 plus 24. 20 vowelsum 24 consonants on English language ഉള്ള സൗണ്ട്സുകൾ റെപ്രസെൻറ്റഡ് വിത്ത് 26 ലെറ്റേഴ്സ്. ഗ്രാഫോളജിക്കൽ സ്ട്രക്ചർ ആണ് എന്ത് നമ്മൾ 26 ലെറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. Then phonetic and non-phonetic languages. What is phonetic and non-phonetic language? എന്താണ് ഫോണറ്റിക് ലാംഗ്വേജ്? വാട്ട് ഈസ് നോൺ ഫോണറ്റിക് ലാംഗ്വേജ്? എന്താണത്? ഫോണറ്റിക് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ റീഡ് ചെയ്യുന്നതും റൈറ്റ് ചെയ്യുന്നതും സെയിം ആയിരിക്കും. എക്സാമ്പിൾ മലയാളം ഇസ് ടൈപ്പ് ഓഫ് ഫോണറ്റിക് ലാംഗ്വേജ് ആണ്. നമ്മൾ മലയാളം എന്ത് വായിക്കുന്നോ അതിൽ നമ്മൾ എഴുതുന്നത്. ബട്ട് വാട്ട് അബൌട്ട് ഇൻ ഇംഗ്ലീഷ്? നമ്മൾ നോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? KNOW ഇതിൽ എഴുതുന്നത്. സോ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് നോൺ ഫോണറ്റിക് ലാംഗ്വേജ് ആണ് കേട്ടോ. ഇംഗ്ലീഷ് ഈസ് എ നോൺ ഫോണറ്റിക് ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. മറന്നു പോകണ്ട. ഇംഗ്ലീഷ് ഈസ് നോൺ ഫോണറ്റിക് ലാംഗ്വേജ്. ഫോണറ്റിക് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? റീഡിങ്ങും റൈറ്റിങ്ങും സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് കോൾഡ് ഫോണറ്റിക് ലാംഗ്വേജ്. വാട്ട് ഇസ് നോൺ ഫോണറ്റിക് ലാംഗ്വേജ്? റീഡിങ്ങും റൈറ്റിങ്ങും സെയിം ആവില്ല. ദാറ്റ് ഇസ് കോൾഡ് നോൺ ഫോണറ്റിക് ലാംഗ്വേജ്. സ്മോളസ്റ്റ് മിനിമൽ ഡിസ്റ്റിങ്റ്റീവ് സൗണ്ട് യൂണിറ്റ് ഇൻ ദ സൗണ്ട് സിസ്റ്റം ഓഫ് ലാംഗ്വേജ് എന്ന് വിളിക്കുന്നത് നമ്മൾ. ഇതിൻ്റെ ഡെഫിനിഷനാ സ്മോളസ്റ്റ് മിനിമൽ ഡിസ്റ്റിങ്റ്റീവ് സൗണ്ട്. എന്താ? smallest minimal distinctive sound unit in the sound system of a language. എന്താ വിളിക്കുന്നത് നമ്മൾ? എന്താടോ അതിൻ്റെ മീനിങ്? അതിൻ്റെ ഇതെന്താ? ഫൊണീംസിന് വിളിക്കുന്ന പേരല്ലേ നമ്മൾ സ്മോളസ്റ്റ് മിനിമൽ ഡിസ്റ്റിങ്റ്റീവ് സൗണ്ട് യൂണിറ്റ് ഇൻ ദ സൗണ്ട് സിസ്റ്റം ഓഫ് ലാംഗ്വേജ്. മീനിങ് അതിൻ്റെ ഇതെന്താണ്? ഫൊണീമിന് വിളിക്കുന്ന എക്സ്പ്ലനേഷൻ ആണ് കേട്ടോ. വാട്ട് ഈസ് സ്മോളസ്റ്റ് ആൻഡ് മിനിമൽ? ഇറ്റ് ഈസ് കനോട്ട് ബി ഡിവൈഡ് ഫർദർ. എക്സാമ്പിൾ പ് ബ് എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ 2 ഫൊണീംസ് കൊടുത്തിട്ടുണ്ട്. ആ പ് ബ് എന്ന് പറഞ്ഞ സൗണ്ട് നമുക്ക് പിന്നെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? കൻ ബി ഡിവൈഡ് പ് ആൻഡ് ബി ഡിവൈഡ് ഫർദർ? നമ്മൾ വീണ്ടും ഒന്നും കൂടെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? ഇല്ലേ? പ് ആൻഡ് ബ്. ഇപ്പം എ എന്ന് പറഞ്ഞ വോവൽ നമുക്ക് പിന്നെയും ഡിവൈഡ് ചെയ്യാം. എ എന്ന് പറഞ്ഞ വോവലായിട്ടും ഐ എന്ന് പറഞ്ഞ വോവലും ഡിവൈഡ് ചെയ്യാം. ബട്ട് ക്യാൻ ബി ഡിവൈഡ് പ് ആൻഡ് ബ്? ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? ഇല്ല. സോ that's called smallest and minimal, cannot be divided further. Then what is the meaning of distinctive? Distinctive എന്താ? Capable of changing the meaning when replaced. Then what is phoneme? Always in contrastive distribution or parallel distribution, complementary distribution or non-contrastive distribution. What is the meaning of this one? Contrastive distribution or parallel distribution. Sound clear അല്ല?
ഒരു മിനിറ്റ്, ഇവിടെ ഈ സൈഡിൽ റേഞ്ച് കുറച്ച് കുറവാണ്. സൈഡിൽ ഇടയ്ക്കിടയ്ക്ക് വിട്ട് വിട്ട് പോകുന്നുണ്ട്. ആ ഈ ഏരിയയിൽ റേഞ്ച് കുറച്ച് കുറവാണ്. ഇപ്പോഴോ? ഇപ്പോൾ കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ പഠിച്ചെന്ത്? ഇറ്റ് ഈസ്